സ്വന്തം അച്ഛനെ പറഞ്ഞ ഏത് മോളാണെങ്കിലും റിയാക്ട് ചെയ്യും. ഇയാള് റിയാക്ട് ചെയ്യത്തില്ലേ? ഒരു അച്ഛന്റെ തൊഴിലിനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം വിഷമാവും. ഒരു പ്രാവശ്യമല്ല, 1, 2, 3 പ്രാവശ്യം ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന പ്ലാറ്റ്ഫോമിൽ എന്റെ ചാച്ചൻ ഓട്ടോക്കാരനാണ്, ഞാൻ ഓട്ടോയിലാണ് വരുന്നതെന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ ഓട്ടോക്കാരെയും അത് ബാധിക്കുന്ന കാര്യമാണ്. എത്ര സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ അച്ഛന്മാർ, എന്നിട്ട് ഇവിടെയൊക്കെ വരെ നമ്മൾ എത്തി നിൽക്കുന്നില്ലേ? സോ അതിന്റെ ഒരു വിഷമത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്. അപ്പോൾ കുട്ടി പറയുന്നത് കുട്ടിയുടെ അച്ഛനെ കളിയാക്കിയ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മസ്താനി ആ ഒരു രീതിയിൽ ഉദ്ദേശിച്ചിട്ടാണോ എന്നറിയില്ല. പക്ഷെ അത് മസ്താനിയുടെ കയ്യിൽ നിന്ന് ചോദിച്ച് വാങ്ങിയതാണ്. കാരണം ഈ RJ ബിൻസിക്ക് ഒരു വിചാരം ഉണ്ടായിരുന്നു, പുള്ളിക്കാരി അങ്ങ് തിരിച്ചു കയറി അവിടെ പോയി അനുമോളുടെ അടുത്ത് കുറേ മാസ് ഡയലോഗൊക്കെ അടിക്കുമ്പോൾ അങ്ങ് വലിയ എന്തോ സംഭവമായിരുന്നു. പക്ഷെ ഈ ചീറ്റിപ്പോയി, നല്ല രീതിയിൽ അങ്ങ് ആസായി എന്ന് വേണം പറയാനായിട്ട്. കാരണം ആദ്യം എവിക്റ്റായി ഇറങ്ങിയ സമയത്ത് ഇത്രയും നെഗറ്റീവ് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇറങ്ങിയ സമയത്ത് നല്ല രീതിയിൽ നെഗറ്റീവ് ഉണ്ട്. അതായത് എയറിൽ കിടന്ന് പാറി പറക്കാം. ഒരിക്കലും ഓട്ടോ ഓടിക്കുന്ന ജോലി ഒരു മോശപ്പെട്ടതാണെന്നോ എന്നും നമ്മൾ ആരും പറയുന്നില്ല. പക്ഷേ ഇത് ബിൻസി ചോദിച്ച് വാങ്ങിയതാണ്. അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചതെന്ന് തന്നെ പറയണം. കാരണം ആ ഒരു സംസാരം അവിടെ വരാനുള്ള കാരണം എന്താണ്? അത് കുറച്ച് ബിൻസിയുടെ കയ്യിലിരിപ്പും കൊണ്ടല്ലേ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, നമ്മുടെ മസ്താനി പുറത്തിറങ്ങിയത് നല്ല നെഗറ്റീവായിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ റീ എൻട്രിക്ക് ശേഷം മസ്താനിയുടെ ആ ഒരു നെഗറ്റീവ് മാറി. ഇപ്പോൾ മസ്താനി എല്ലാവരും അങ്ങോട്ട് സ്നേഹിക്കുകയാണ്. പകരം ബിൻസിയൊക്കെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ടുണ്ട്. അത്യാവശ്യമായിരുന്നു. ഇതൊക്കെ ഇവൾക്കൊക്കെ അർഹിച്ചത് തന്നെയാണ്.